ഹായ്. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നേ ഉം, ഉം. അപ്പഴേ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്ക് കുത്താൻ പോവാട്ടോ. മൂക്ക് കുത്താൻ പോവാ. സത്യത്തിലേ ഞാൻ ഓൾറെഡി മൂക്ക് കുത്തിയിട്ടുണ്ട്. മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു. 2 തവണ കുത്തി. അപ്പൊ കുത്തിയപ്പോ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ തവണ 2 തവണ ഞാൻ ഗൺ ഷൂട്ടാ ചെയ്തേ. ആദ്യത്തെ തവണ കുത്തി കഴിഞ്ഞപ്പോ നമുക്കൊരു 30 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10, 15 ദിവസം കഴിഞ്ഞ് ഈ ഗൺ ഷൂട്ട് ചെയ്ത് നമുക്കിത് ഊരാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കറങ്ങി കറങ്ങി ഓടണം. അപ്പൊ ഇത് ഊരി കഴിഞ്ഞപ്പോ ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൺ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു കമ്മലാകുന്നുണ്ട്. ഗോൾഡ് ഇടാൻ പറ്റില്ല. എനിക്ക് അല്ലാത്തത് ഇട്ട് കഴിഞ്ഞാൽ അലർജിയാവും. അവിടെ പ്രശ്നമാവും. അപ്പം എനിക്ക് ആകെ ഇടാൻ പറ്റുന്നത് ഇങ്ങനത്തെ കമ്മല് മാത്രമേ ഉള്ളൂ. അല്ലാത്തത് ഏത് നമുക്ക് അല്ലാത്ത ഓർണമെന്റ്സ് ഇട്ടാലും എനിക്ക് അലർജി വരും. അപ്പോഴാണെങ്കില് ഞാനിത് കുത്തി 15 ദിവസം കുത്തിയിരുന്ന് കറങ്ങുകയൊക്കെ ചെയ്ത്. പിന്നെ ഇത് ഊരിയിട്ട് ഗോൾഡ് കയറ്റുമല്ലോ. അപ്പൊ എനിക്ക് വേദന എടുത്ത്. ആ വേദന എടുത്തപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഇട്ടില്ല. അപ്പൊ ഇടാതെ മറ്റേന്ന് കുത്താൻ പിന്നെ എനിക്ക് പേടി ആ വേദന എടുത്തോണ്ട്. അപ്പൊ അത് ഉപേക്ഷിച്ചു. അതോടുകൂടി ആ ഉദ്യമം വിഫലമായി. മൂക്ക് കുത്തിയത് അടഞ്ഞു. ഒരു ദിവസം ആകുമ്പോഴത്തേനും അത് അടയും. പിന്നെ ഞാന് അടുത്ത വീണ്ടും ഷൂട്ട് ചെയ്തു. ഇതിന്റെ വേദനയൊക്കെ മാറി ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും. എന്നിട്ടും ഇതേ അവസ്ഥ തന്നെയായിരുന്നു പിന്നീട് സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ ഇനി ഒരു വട്ടം കുത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തട്ടാന്മാരുടെ അടുത്ത് പോയി ഗോൾഡ് തന്നെ നേരിട്ടിടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തട്ടാന്മാരുടെ അടുത്ത് പോയി കുത്താൻ പേടിയാണ്. വേദന എടുക്കുമല്ലോ. സോറി, എനിക്ക് വേദന എടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടിക്കാലത്ത് സ്കൂളില് അടിയിട്ടുമ്പോഴൊക്കെ ഞാൻ കരയുമായിരുന്നു. വീട്ടിലെന്നെ ഇതുവരെ ഇങ്ങനെ അടിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട്. പക്ഷെ ഞാൻ ടീച്ചറായപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകുന്നത്. കുട്ടികളെ അങ്ങനെ അടിക്കത്തൊന്നുമില്ല. പക്ഷെ ഇതില്ലെങ്കിൽ അവന്മാർ അടങ്ങിയിരിക്കത്തില്ല. അപ്പൊ അപ്പോ ഞാൻ ഇന്ന് മൂക്ക് കുത്താൻ പോവുകയാണ് ഗായ്സ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മൂക്ക് കുത്താൻ പോകുന്നിടത്ത് എനിക്ക് വേദന എടുക്കത്തില്ല. അതെന്താണെന്ന് നിങ്ങൾ വലിയ വീഡിയോയിൽ കാണുക. താങ്ക് യു. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഞാൻ വിചാരിച്ച ഓയിൽമെൻ്റാണ് ഈ വേദന ഇല്ലാതെ എടുക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതൊരു ലോക്കൽ അനസ്തേഷ്യ ചെറിയൊരു സിറിഞ്ചിലായിരുന്നു കേട്ടോ. എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പൊതുവേ പാടായിരുന്നു. ഭയങ്കര പേടിയാണ്, അതാ കാര്യം. അപ്പം അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം അവസാനം ആ ചേച്ചി എന്നെ സാന്ത്വനിപ്പിച്ച് എനിക്ക് ആ ലോക്കൽ അനസ്തേഷ്യ എടുക്കണത് ജസ്റ്റ് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ കേട്ടോ. അതേപോലെ ഈ എടുക്കുന്ന ഈ മൂക്ക് കുത്തില്ലേ, ആ ചേച്ചിയാണെങ്കിൽ ശരിക്കും ഒരു നേഴ്സാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ ലോക്കൽ അനസ്തേഷ്യയ്ക്ക് ശേഷമാണ് മൂക്ക് കുത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പെയിൻ ഇല്ലാത്തത്. അതിനുശേഷം ചേച്ചി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ തന്നെ തൊട്ട് നോക്കിയിട്ട് പറയാം, തൊട്ടാൽ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ശരിക്കും ഒന്നും അറിയുന്നില്ലായിരുന്നു കേട്ടോ. അതിനുശേഷം മൂക്ക് കുത്തു കേട്ടോ. ഞാനിങ്ങനെ പേടിച്ച് അവരുടെ കയ്യിലൊക്കെ പിടിച്ചിരിക്കുക. പക്ഷേ ഒന്നും അറിഞ്ഞില്ല കേട്ടോ, ഒട്ടും അറിഞ്ഞില്ല. നല്ല സുഖമായിട്ടത് കുത്തി. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട്, വേദനയില്ലാതെ. പിന്നെ ആ സിറിഞ്ച് കുത്തുന്നതും നമ്മുടെ ഇതിൽ ചെറിയ ഇൻസുലിൻ്റെ സിറിഞ്ച്, അതുകൊണ്ട് നോവുന്നില്ലായിരുന്നു. കണ്ടോ, എൻ്റെ മുഖം കണ്ടാൽ അറിയാം എനിക്ക് നോവുന്നില്ല. നോവുമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അവിടെ കാറി കളിച്ചേനെ. പക്ഷേ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട്. 180 രൂപ മാത്രമാണ് കേട്ടോ റേറ്റ്. പിന്നെ അത് നേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വസിക്കാം. ഇത് താനിക്കമുക്കിലാണ്. അടിപൊളി സംഭവമാണ്. ഞാനിത് ലഞ്ച് ബ്രേക്ക് ടൈമിൽ, സ്കൂളിലെ ലഞ്ച് ബ്രേക്ക് ടൈമിലാണ് പോയത് കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അനസ്തേഷ്യ മാറിയിട്ടും പെയിനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? കൊല്ലത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേദനയില്ലാതെ കുത്താം കേട്ടോ. താങ്ക് യു.